എന്തായാലും മഴ കനത്തതോടെ കോട്ടയം കൊത്തല ആനിക്കുന്നിൽ ദുരിതത്തിലായിരിക്കുകയാണ് ഷാജിയുടെ കുടുംബം. വീടിനുള്ളിൽ ചെളിവെള്ളം നിറഞ്ഞ നിലയിലാണ്. അയൽവാസിയുടെ പറമ്പിൽ അനുമതിയില്ലാതെ മണ്ണെടുത്ത് പാറ പൊട്ടിച്ചിരുന്നു. 4 മാസം മുൻപ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുടുംബം പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പാറ പൊട്ടിക്കാൻ അനുമതി വേണമെന്ന് അറിയില്ലായിരുന്നുവെന്നും അതിർത്തി തർക്കമുണ്ടായതുകൊണ്ടാണ് അതിരുകെട്ടാൻ താമസിച്ചതെന്നും സ്ഥലം ഉടമ പറഞ്ഞു. അജിത് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്, വലിയ ദുരിതമാണ്. എന്തായാലും മഴയും കൂടി കനത്തതോടു കൂടിയിട്ട് കുടുംബം ഏറെ ദുരിതത്തിൽ കഴിയുന്നു. എന്താണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, ഈ ദൃശ്യങ്ങൾ ആദ്യം നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ഇതൊരു കുടുംബം താമസിക്കുന്നതാണ്, ചെറിയ കുടുംബമാണ്. അച്ഛനും അമ്മയും 3 പെൺമക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവിടുത്തെ ഈ ദൃശ്യങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ചെളിവെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതായത് എല്ലാ മുറികളിലും ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. നമുക്ക് കാലുകൊണ്ടൊക്കെ നോക്കുമ്പോൾ അറിയാം, ഇത്തരത്തിൽ അടുക്കളയിലൊക്കെ പൂർണ്ണമായും ചെളിവെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്രമാത്രം ദുരിതപൂർണ്ണമാണ് അവരുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ 4 മാസം മുമ്പാണ് ഇത്തരത്തിൽ അപ്പുറത്തുള്ള തൊട്ട് സമീപത്ത് ചേർന്നുള്ള ഈ പറമ്പിൽ മണ്ണെടുക്കുകയും അതുപോലെ തന്നെ പാറ പൊട്ടിക്കുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. അന്ന് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് അനുമതി ഉണ്ടായിരുന്നില്ല. അനുമതി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഈ ഇത്തരത്തിൽ ഈ കുടുംബം പരാതി നൽകുന്നു, പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകുന്നു. അങ്ങനെ ഇതിന് അനുമതി നിഷേധിക്കുന്നു. അങ്ങനെ പാറ പൊട്ടിക്കുന്ന ഉൾപ്പെടെ ബന്ധപ്പെട്ട കാര്യത്തിൽ അനുമതി നിഷേധിക്കുന്നു. പിന്നീടാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ അതിർത്തി തർക്കങ്ങളൊക്കെ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കുടുംബം പറയുന്ന അനുസരിച്ച് അവർ വലിയ ബുദ്ധിമുട്ടിലാണ്, ദുരിതത്തിലാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പ്രാഥമികമായി? ഞങ്ങൾക്കിപ്പം ഇന്നലെ തൊട്ട് നല്ല വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അടുക്കളയിലും 2 മുറിയിലും ഹാളിലും എല്ലാം വെള്ളമായിരുന്നു. എന്നിട്ട് ഞങ്ങളിപ്പം മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ നേരത്തെ തൊട്ടേ ഇത് കയ്യാലെ കെട്ടി ഞങ്ങൾക്ക് സംരക്ഷണ ഭിത്തി ചെയ്ത് തരണമെന്ന് ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുത്തതെന്നല്ല എല്ലാവരും വന്ന് ഇവരോട് താക്കീത് ചെയ്തിട്ടുണ്ട് ചെയ്തു കൊടുക്കണമെന്ന്. പക്ഷെങ്കിൽ അത് ചെയ്തു തരാത്തത് കൊണ്ടാണ് ഇപ്പം ഇട ദിവസങ്ങളിൽ ഇതുപോലെ മഴ പെയ്യുമ്പോൾ നമുക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ പരാതി കൊടുത്തിട്ട് അവിടുന്ന് പഞ്ചായത്തിൽ നിന്നാണേലും വില്ലേജിൽ നിന്നാണേലും എല്ലാവരും വന്നോന്ന് പറഞ്ഞിട്ട് ചെയ്തു തരുന്നില്ല. ഇപ്പം നമുക്ക് താലൂക്ക് ഓഫീസർമാർ വന്ന് കുറ്റി അടിച്ചിട്ട് ആ അളവിന് കെട്ടണമെന്നും പറഞ്ഞാണ് ലീഗൽ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിട്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യുന്നത് അങ്ങനല്ല, നമ്മുടെ ഭിത്തിയോട് മുട്ടിച്ച് തന്നെയാണ് ഇപ്പം ഈ കയ്യാല കെട്ടി വരുന്നത്. ഏതാണെങ്കിലും ആ കുടുംബം പറയുന്നത് ഇപ്പോൾ തർക്കപരിഹാര കോടതിയിൽ ബന്ധപ്പെട്ടതിന് ശേഷം 13-ാം തീയതിക്കുള്ളിൽ ഇത് കെട്ടിക്കൊടുക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേതാണെങ്കിലും നിയമപരമായ കാര്യങ്ങൾ കൂടി നടക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ അതിരുൾപ്പെടെ കാണാൻ കഴിയും. അവിടെ നിന്നാണ് ഈ വെള്ളമടക്കം ഒഴുകി വരികയും ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഒപ്പം തന്നെ ആ ഭാഗത്തുള്ള വിശദീകരണം കൂടി അക്കാര്യത്തിൽ പറയേണ്ടതുണ്ട്. അതായത് ഈ മണ്ണെടുക്കുന്നതും ഈ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി വേണമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അതിരുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു താമസം ഉണ്ടായത്. മാത്രമല്ല ഇപ്പോൾ അനുമതിയിൽ കൂടുതലുള്ള സ്ഥലം ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കെട്ടിക്കൊടുക്കാൻ തയ്യാറായതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ സ്ഥല ഉടമ ഉൾപ്പെടെ പറയുന്നത്. ഏതാണെങ്കിലും ഈ കുടുംബത്തിന്റെ ദുരിതം ഈ മഴ പെയ്തതോടുകൂടി ദുരിതത്തിലായിരിക്കുകയാണ്. അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. മറ്റ് വാടക വീട് അന്വേഷിച്ച് പോകേണ്ടി വരുന്ന ഗതികേടിലാണ് കുടുംബമുള്ളത്. ഏതാണെങ്കിലും ആ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് കൂടിയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സ്വാതി. ശരി അജിത്, എന്തായാലും വലിയ ദുരിതത്തിലാണ്. അവരുടെ ഈ ഒരു ദുരിതം അധികാരികൾ കാണട്ടെ, അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.